മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-28 തിരുവചനം. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ച ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. നിങ്ങളുടെ വലിപ്പം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് വേണം. നിങ്ങളുടെ ശുശ്രൂഷയാണ് നിങ്ങളുടെ വലിപ്പത്തെ, നിങ്ങളുടെ അധികാരത്തെ നിശ്ചയിക്കുന്നത്. എന്താണ് ശുശ്രൂഷ? പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. എന്താണ് ശുശ്രൂഷ? എന്നോട് മാനസികമായിട്ട് സ്നേഹവും അടുപ്പവും താല്പര്യവും ഇല്ലാത്ത വ്യക്തിയെ നേടുന്നതിന് വേണ്ടിയിട്ട് അവൻ നിൽക്കുന്നതിൻ്റെ താഴെ എൻ്റെ പ്രവൃത്തി ചെയ്ത് അവനെ ഉയർത്തുന്നതാണ് ശുശ്രൂഷ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു മനോഭാവം നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ ഭാര്യ-ഭർത്തൃ ബന്ധം, കുടുംബ ബന്ധം, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം തകർക്കാൻ, അധികാരത്തിൻ്റെ പേരിൽ എനിക്ക് വലിപ്പമുണ്ട്, ഞാനാണ് ഭർത്താവ്, അതുകൊണ്ട് നീ കേൾക്കണം, അങ്ങനെ നിങ്ങൾ പറയുന്നതായ കാര്യമൊന്നും കേൾക്കേണ്ട കാര്യമില്ല, എന്തെന്നാൽ ഞാനാണ് ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭർത്താവാണ് അധികാരി എന്ന് പറയുമ്പോൾ ഭാര്യ പറയും, പണം കൊണ്ട് കുടുംബം പുലർത്തുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്കാണ് പറയാൻ അവകാശം. അതെ, ഇന്ന് ഇങ്ങനെയുള്ള അധികാരത്തെ നോക്കി ഭാര്യ-ഭർത്തൃ ബന്ധത്തെ, മാതാപിതാക്കന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ, കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലീകരിക്കാനായിട്ട് പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രേരണയാണ് ഈ അധികാരത്തിൻ്റെ മേഖല. അതുകൊണ്ട് ഈശോ കാണിച്ചു തന്നു, എന്നെപ്പോലും പിശാച് ഈ അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കിയെങ്കിൽ നീ എത്രയോ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നൊരു ബോധ്യം നിനക്കുണ്ടാകണം.